ഇന്ത്യയിൽ ആദ്യമായി ഈ കേരളത്തിന് ഒരു പ്രത്യേക റെയിൽവേ സോൺ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ LDFൻ്റെ ഗവൺമെൻറ് സഹ വി കെ നായനാരുടെ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ 1996 ആവശ്യം ഉന്നയിക്കുന്നത്. ആ ഗവൺമെൻറ്റാണ് കണ്ണൂർ വിമാനത്താവളത്തിന് വേണ്ടിയും ആവശ്യം ഉന്നയിക്കുന്നത്. ഞാൻ 1996-97 ഡിസംബർ വരെയുള്ള വളരെ ഹ്രസ്വമായ ഒരു കാലം, വെൻ ദ ഇൻസ്റ്റബിലിറ്റി വാസ് ദ റൂൾ എന്ന് പറയുന്നത് പോലെ, ദേവഗൗഡയുടെ പ്രധാനമന്ത്രിയായി 10 മാസക്കാലം 8 മാസക്കാലം ഗുജറാളിൻ്റേത് ആ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിൽ കോൺഗ്രസ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് ലോക്സഭാംഗമാണ്. ലോക്സഭയിൽ കേരളത്തിന് റെയിൽവേ സോൺ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ പ്രമേയം അവതരിപ്പിച്ചത് ഞാനാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ച്. വെരി ഗുഡ്. ആ റെയിൽവേ സോൺ കേരളത്തിന് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ MP-മാരെ അവരുടെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി, ഇന്ന് LDFും UDF ഏതാണ്ട് തുല്യമാണ്, അങ്ങനെ ഏതാണ്ട് എല്ലാവരും ഒപ്പിട്ടുകൊണ്ട് അന്നത്തെ റെയിൽവേ മന്ത്രിക്ക് നിവേദനം നൽകി. അന്നത്തെ റെയിൽവേ മന്ത്രിയുടെ പേര് റാം വിലാസ് പസ്വാൻ എന്നാണ്. ശ്രീ പസ്വാൻ്റെ, യശസ്വരീയനായ ശ്രീ പസ്വാൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്: If there is a will, there will be a railway. If there is no will, there will be a survey. അങ്കമാലി ശബരി റെയിൽപാതയ്ക്ക് വേണ്ടിയുള്ള തുടക്കം കുറിക്കുന്നതിന് അതിനു വേണ്ടിയുള്ള ആവശ്യം ഉന്നയിക്കുന്നതും അന്ന് സഖാവ് നയനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ഇപ്പോഴും അത് സാക്ഷാത്കരിച്ചിട്ടില്ല. കേരളം പകുതി പണം ചെലവഴിച്ചാൽ അതിനെപ്പറ്റിയുള്ള കാര്യം ആലോചിക്കാം എന്ന് ഇന്ത്യ ഗവൺമെൻറ് പറയുമ്പോൾ, ഇതിനിടയിൽ മാറി വന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകൾ, ഒന്നാം UPA സർക്കാർ അധികാരത്തിൽ വന്ന് ഒറ്റയ്ക്ക്, കോൺഗ്രസിന് ഭൂരിപക്ഷമില്ല, അന്തരിച്ചുപോയ CPIMൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിലാണ് പൊതു മിനിമം പരിപാടി എഴുതി ഉണ്ടാക്കുന്നത്. ശ്രീ ജയറാം രമേശ് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. സീതാറാം യെച്ചൂരിയുടെ CPIMൻ്റെ നിർബന്ധപ്രകാരമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 നിയമങ്ങൾ അത് നടപ്പാക്കപ്പെടുന്നത്. ഒന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, മറ്റൊന്ന് വിവരാവകാശ നിയമം. അത് ഇടതുപക്ഷത്തിൻ്റെ നിർബന്ധം കൊണ്ടാണ് ഈ പറയുന്ന പൊതു മിനിമം പരിപാടിയിൽ, കോമൺ മിനിമം പരിപാടിയിൽ എഴുതി ചേർത്തത്. ആ കോമൺ മിനിമം പ്രോഗ്രാമിനാണ് പിന്തുണ നൽകിക്കൊണ്ട് ഒന്നാം UPA സർക്കാരിന് വന്നത്. ഇടതുപക്ഷം ഇല്ലാത്തത് കൊണ്ട് ഈ ശല്യമില്ല എന്നതായിരുന്നു അവരുടെ നിലപാട്. ഇനി തീരുന്നില്ല. ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്തൊരു റെയിൽവേ സഹമന്ത്രി ഉണ്ടായിരുന്നു. പേര് വേലു എന്നായിരുന്നു. കേരളീയർ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നതായ ഒരു വിളിപ്പേരുണ്ടായിരുന്നു, ഓമന പേര്. അത് സേലം ഡിവിഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പാലക്കാടിന് ചതിവുണ്ടായപ്പോൾ പറഞ്ഞത് കേരളത്തെ വേല വയ്ക്കുന്ന വേലു എന്നായിരുന്നു. അന്ന് കേട്ട കാര്യങ്ങളാണ് ഈ പറയുന്നതല്ല. അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നീറ്റായി തോറ്റു. വേലു സ്വന്തം നാട്ടിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇവിടെ ഇപ്പോൾ കേരളത്തെ വഞ്ചിച്ചുകൊണ്ട് BJP ഇത്തരത്തിൽ അങ്ങനെ അപ്പുറം കർണാടകത്തെ കണ്ടുകൊണ്ടാണ് എങ്കിൽ, ഇത് കർണാടകത്തിലും കേരളത്തിലും മാത്രമല്ല, BJPക്ക് ഇത് ദേശവ്യാപകമായി ഇത് വാസ്തവത്തിൽ അവർക്ക് മറുപടി പറഞ്ഞേ മതിയാകൂ. എന്തുകൊണ്ടെന്ന് പറയാം. ഞാൻ 1 മിനിറ്റ് കൂടിയേ എടുക്കുന്നുള്ളൂ. ഇന്ത്യയിൽ ഈ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ഫ്രൈറ്റ് ചരക്ക് ഗതാഗതത്തിൽ കൂടിയാണ്. ഇവിടെ ഇപ്പോൾ പാലക്കാട് നിന്ന് ഇത് വിഭജിച്ച് മൈസൂർ ഡിവിഷനിലേക്കെല്ലാം പോകുമ്പോൾ പാലക്കാടിൻ്റെ റവന്യൂവിൽ, അവരുടെ ഈ ഫ്രൈറ്റ് റവന്യൂവിൽ, ചരക്ക് ഗതാഗതത്തിൽ 60% നഷ്ടമുണ്ടാവും. ഇനി നമ്മുടേതായിട്ടുള്ള പാസഞ്ചർ റവന്യൂവിനെ സംബന്ധിച്ച് നോക്കുക. പാസഞ്ചർ റവന്യൂവിൽ ഈ ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള, അവിടെയാണ് ഇപ്പോൾ സോൺ, കേരളത്തിന് നൽകിയിട്ടില്ല. തിരുവനന്തപുരവും അതുപോലെ തന്നെ പാലക്കാടും അപ്പുറത്ത് കൊങ്കൺ റെയിൽവേയുടെ ഒരു ഭാഗവും കൂടി ചേർത്തുകൊണ്ട് 3 റെയിൽവേ ഡിവിഷനുകൾ ഉണ്ടെങ്കിൽ ഒരു സോൺ എന്നുള്ളതാണ് ഇന്ത്യയുടെ റെയിൽവേ ബോർഡിൻ്റേതായിട്ടുള്ള നിശ്ചയം. അവരെ ഇത് എല്ലാം പൊളിറ്റിക്കൽ ബോസസിൻ്റെ ട്യൂൺസിനനുസരിച്ചാണ് അവർ നൃത്തം ചെയ്യാറുള്ളത്. ഇവിടെ പലപ്പോഴും പുതിയ സോണുകൾ വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ദീർഘയാത്ര ചെയ്യുന്നവരുടെ ആവശ്യങ്ങളും കണക്കിലെടുക്കണമെങ്കിൽ കേരളം ആസ്ഥാനമായി ഒരു സോൺ ഉണ്ടായാൽ മതിയാവും. ചെന്നൈയിലുള്ള സോണ് അവരുടേതായിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കണക്കാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അവർക്ക് ഈ ടോട്ടൽ ഒറിജിനേറ്റിംഗ് റവന്യൂ എന്നുള്ളത് അതിൽ 8.84% വർധനവുണ്ടായിട്ടുണ്ട്. പാസഞ്ചർ റവന്യൂ എന്നുള്ളത് 8,271.47 കോടി രൂപ ചെന്നൈയിലെ ഈ പറയുന്ന സൗത്ത് സോൺ റെയിൽവേക്ക് ലഭിക്കുമ്പോൾ, ഇന്ത്യയിൽ ഇതിൻ്റെ വളർച്ചയിൽ 1ാം റാങ്കിൽ നിൽക്കുന്നത് തെക്കേ ഇന്ത്യയാണ് എന്നുകൂടി ഓർക്കണം. അതിൽ തന്നെ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള ഏതാണ്ടൊരു 8 സ്റ്റേഷനുകൾ കേരളത്തിലെ സ്റ്റേഷനുകളാണ്.
കേരളത്തോട് അവഗണന കാണിക്കുന്നു എന്നുള്ളതിൽ ഞാനിപ്പോൾ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചെയ്തിട്ടുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണല്ലോ. 2014 ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞ് അടുത്ത് 2019 കാലാവധി മോദി സർക്കാരിൻ്റെ ഒന്നാമത്തെ കാലാവധി കഴിയുകയാണ്. അപ്പോൾ 2019 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനായി മണിക്കൂറുകൾ മാത്രം അവശേഷിച്ചിരിക്കുന്ന സമയം. അപ്പോഴേക്കും ഇന്ത്യയുടെ റെയിൽവേ വകുപ്പ് മന്ത്രി അദ്ദേഹം ഓൺലൈനിൽ വീഡിയോ കോൺഫറൻസിങ്ങിൽ കൂടി ഒരുപാട് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം സൗത്ത് എന്ന് പുനർനാമകരണം നടത്തി എന്നുള്ളതല്ലാതെ നേമത്ത്, അത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലാണ്, പഴയ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ പഴയ പാർലമെൻറ്റ് അംഗവും MLA-യുമായിരുന്ന സോഷ്യലിസ്റ്റ് നേതാവ് വിശ്വംഭരൻ സാറും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സഖാവ് പള്ളിച്ചൽ സദാശിവനും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് CPM നേതാവുമായിരുന്ന സഖാവ് ഫക്കീർ ഖാനും എല്ലാം നിരന്തരം നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെ തുടർന്നാണ് ആ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ വരുന്നത്. ഈ പറയുന്നത് നമുക്കവിടെ ഒരു മാർഷലിംഗ് യാർഡ് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ. ഇവിടെ റെയിൽവേ മന്ത്രിയുടെ പ്രഖ്യാപനം കേട്ടപ്പോൾ BJP നേതാക്കളെ പോലെ അവർ തന്നെ അത്ഭുത പരതന്ത്രരായി. ഒരു കാര്യവും അവിടെ നടന്നിട്ടില്ല. ഒരു കല്ല് പോലും പുതുതായി എടുത്തു വെച്ചിട്ടില്ല. ഒരു പാളം പോലും പുതുതായി എടുത്തു വെച്ചിട്ടില്ല. ഇപ്പോൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യണമെങ്കിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ റെയിൽവേ ബഡ്ജറ്റ് തന്നെ ഇല്ല. 93 കൊല്ലക്കാലത്തെ ചരിത്രമുള്ള ഇന്ത്യയുടെ റെയിൽവേ ബഡ്ജറ്റ് ചൂളം വിളിച്ചുകൊണ്ട് എങ്ങോട്ടേക്കോ അപ്രത്യക്ഷമായി, സിംപ്ലി വാനിഷ്ഡ് ആണത് ഈ പറയുന്നത്. റെയിൽവേ ബഡ്ജറ്റ് ഇല്ല എങ്കിൽ നിങ്ങളൊരു ചർച്ച നടത്തില്ല, പത്രങ്ങളിൽ ആരും എഴുതില്ല. റെയിൽവേ ബഡ്ജറ്റിനെ സംബന്ധിച്ച് വൈകുന്നേരമുള്ള അന്തിച്ചർച്ചകളെന്ന് പലരും പറയുന്നത് ഉണ്ടാവില്ല. അതിനെ സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ ആരും നടത്തില്ല. ഒരു യാത്രക്കാർക്കും പിന്നെ ഈ പറയുന്നതിന് ഒരു വേദിയുമില്ല. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ധനകാര്യമന്ത്രി അവതരിപ്പിക്കുന്നതായിട്ടുള്ള പൊതു ബഡ്ജറ്റിൽ, ആ പൊതു ബഡ്ജറ്റിൽ 2.5 മിനിറ്റ് പരമാവധി ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ നെറ്റ്വർക്കുകളിൽ ഒന്നായിട്ടുള്ള ഇന്ത്യൻ റെയിൽവേക്ക് നൽകുന്നു എന്ന് പറയുമ്പോൾ, ഇന്ത്യൻ റെയിൽവേ എന്നത് ഒരു സമാന്തര സാമ്രാജ്യമായി അത്തരത്തിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേസിൻ്റെ കീഴിൽ ജനങ്ങൾക്ക് ഇടപെടാൻ കഴിയാത്ത നിലയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. കേരളം ഇന്ത്യൻ റെയിൽവേയുടെ ഭൂപടത്തിൽ പുറമ്പോക്കിലെ അവറാനായി തുടരുകയാണ് എന്നത് നിർഭാഗ്യകരമായ കാര്യമാണ്. ഇതിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തുക തന്നെ വേണം. അത് കേരളത്തിൽ മാത്രമായിട്ട് നടത്തിയതൊരു പോരാട്ടമായി ചുരുക്കേണ്ടതില്ല. ഓർമ്മയുണ്ടല്ലോ, കേരളത്തിൽ നിന്നുള്ള പാർലമെൻ്റ് അംഗങ്ങൾ റെയിൽ ഭവന് മുമ്പിൽ അത്തരത്തിൽ കുത്തിയിരുന്ന് സത്യാഗ്രഹം നടത്തിയപ്പോൾ കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അവിടേക്ക് കടന്നു വരികയും ആ പാർലമെൻ്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും അന്ന് വൈകുന്നേരം ഇന്ത്യയുടെ റെയിൽവേ മന്ത്രി ഈ പാർലമെൻറ്റ് അംഗങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുകയും കുറേ വിഷയം പരിഹരിക്കപ്പെടാനും കഴിഞ്ഞത്. എത്തേണ്ടിടത്ത് എത്തണം, കൊള്ളേണ്ടിടത്ത് കൊള്ളണം, കേൾക്കേണ്ടിടത്ത് അത് എത്തിക്കാനായി കഴിയണം. നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി മാത്രമാകരുത് നമ്മുടെ സമരങ്ങളും പ്രക്ഷോഭങ്ങളുമല്ല.